ഒരു പെൺകുട്ടിയായിരുന്നു ജീൻ മരിയ. ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പോയപ്പോൾ മരിച്ച വിശ്വാസത്തെ പറ്റി പറയുന്നത് ഇവൾ കേട്ടു. നമ്മുടെയൊക്കെ അശ്രദ്ധമായ വിശുദ്ധ ബലി അർപ്പണം മൂലം അനേകം ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് അതിന് നിദാനം. ഇത് കേട്ട ഈ കൊച്ചു ജീൻ മരിയ ഒരു തീരുമാനമെടുത്തു. എല്ലാ മാസവും ഒരു വിശുദ്ധ കുർബാന ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും. ഈ ജീൻ മരിയ രോഗിണിയായി തീർന്നു. ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ആകെ സമ്പാദ്യം ആകെ ബാക്കിയുള്ളത് €1 മാത്രമാണ്. ആ മാസത്തെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കുള്ള കുർബാന അവൾ ചെല്ലിച്ചിട്ടില്ല. ഇടവപ്പള്ളിയിലേക്ക് പോയി അച്ഛന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പ്രകാരം പറഞ്ഞു, മരിച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലണം. നിസ്സഹായം നിൽക്കുമ്പോൾ ഒരു യുവാവ് ഇവളുടെ അടുത്തേക്ക് കടന്നു പോകും. സഹായം എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? ഇവൾ നടന്ന കാര്യങ്ങളൊക്കെ ഈ യുവാവിനോട് പറഞ്ഞു. ഉടനെ യുവാവ് ഈ പെൺകുട്ടി ജീൻ മരിയയോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരു വേലക്കാരി ആവശ്യമുണ്ട്. തന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ യജമാനത്തി വളരെ അത്ഭുതപ്പെട്ടു. എന്നോട് ആരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? എനിക്കിപ്പോൾ ഒരു വേലക്കാരിയെ ആവശ്യമുണ്ട് എന്ന്. ഇതിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു, ഈ പറയുന്ന യുവാവാണ്. ഉടനെ ഈ യജമാനത്തി അമ്മ ഈ മോളോട് പറഞ്ഞു, ഇത് 2 കൊല്ലം മുമ്പ് മരിച്ചുപോയ എന്റെ മകനാണ്. കുർബാന ചൊല്ലി എല്ലാ മാസവും തീരുമാനമെടുത്തപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കൾ കടന്നു വന്ന് അവളെ സഹായിക്കുന്നതാണ്.